ഹായ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് ഫ്ലേവർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ ഇങ്ങനെ ഇവരൊക്കെ കളിപ്പിച്ചിങ്ങനെ ഇരിക്കണു. ഇത് ഞങ്ങളുടെ ഗ്രേക്കോ. നമുക്ക് പോണ്ടേ? ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പോയ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകാം. ഓക്കെ? ഹലോ, അപ്പോൾ നമ്മൾ കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലുസൈൽ സിറ്റി കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ വഴിയൊന്ന് മാറ്റി പിടിച്ചു. ഇന്ന് നമുക്ക് ആരോ ട്രീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നൊരു സർപ്രൈസ്. നമുക്ക് അവിടെ പോയിട്ടൊരു ഒരു ചാലഞ്ച് പോലെ ചെയ്യാം അല്ലേ? ബോർഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? മെറീന. നമ്മൾ അങ്ങോട്ടാ പോകുന്നേ. കേട്ടല്ലോ, ലുസൈൽ സിറ്റിയിലെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ നല്ല രസമില്ലേ? ഞാൻ നിങ്ങളെ പോലെ ആദ്യമായിട്ടാ കേട്ടോ ഈ ബിൽഡിങ്സ് ഒക്കെ കാണുന്നത്. ഇവിടെ കുറെ നല്ല ബിൽഡിങ്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എല്ലാം ഓഫീസ് ബിൽഡിങ്സ് തന്നെയാണ്, അധികം റെസിഡൻഷ്യൽ കുറവാണ് ഇവിടെ. കേട്ടല്ലോ, എല്ലാം ഓഫീസ് ബിൽഡിങ്സ് ആണ്, റെസിഡൻഷ്യൽ അല്ല. പക്ഷേ ഈ വഴി നേരെ കണ്ടോ ഒരു ബിൽഡിംഗ്, സിഗ്സാഗ് ടവർ. സിഗ്സാഗ് ടവർ എന്നാട്ടോ അതിന്റെ പേര്. ബോക്സ് ബിൽഡിംഗ്. ഓ യെസ് യെസ്, അടുത്തൊരു ബോക്സ് ബിൽഡിംഗ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വിചാരിച്ചു. ലെഫ്റ്റിലത്തെ സ്ട്രേറ്റ് വൺ, അതാണ് ഞാൻ ഉദ്ദേശിച്ച 2 ടവേഴ്സ്. ഇനി ഇവിടെ ഒരു വമ്പൻ സാധനം ഉണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊന്ന് ആദ്യമായിട്ട് കണ്ടതല്ലേ. അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അതിപ്പം. കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല, അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ ക്രസന്റ് അല്ലേ ഇതിന്റെ പേര്? ക്രസന്റ് ടവറോ ക്രസന്റ് ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി. നമ്മുടെ ഡെസ്റ്റിനേഷനാണ് ലുസൈലിലെ മെറീന ഫുഡ് എറീന. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പേരുന്നതിന് മനസ്സിലാവില്ല. സ്പെഷ്യാലിറ്റി എന്താണ്? ഫുഡ് എറീന. ഒരു ഫുഡ് പാർക്ക് ഉണ്ട് ഇവിടെ. എൻ്റെ ബാക്കിൽ, ഞാൻ എൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഫുൾ ഫുഡ് ട്രക്സും വലിയ ലുസൈലിലെ നല്ല നല്ല കഫേൻ്റെയും റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഫുഡ് ട്രക്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളി സ്ഥലമാണ്. ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ മെറീന സീ സൈഡാണ്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. കണ്ടോ, എൻ്റെ മുടി പറക്കണമുണ്ടോ? നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കാൻ നല്ല രസമാണ്. എന്താ ഇവിടെ കുറേ ഡേറ്റ്സ് വീണെടുക്കുന്നുണ്ട്. ഞാൻ പെറുക്കി കൊതിയായിരുന്നു. ഇതിങ്ങനെ ഒരു ഗാർഡൻ ഏരിയ ആണ്. അവിടെ കുറേ പാമ്പേഴ്സ് ഉണ്ട്. ഡേറ്റ്സ് ഒക്കെ വീണ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുറേ ഡേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കൊതിയായി. ഞാൻ പോവാണ് കേട്ടോ. ഞാനും വരുന്നുണ്ട്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിട്ടോ. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ചാലഞ്ചിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് സിദ്ധ് കുറച്ച് പൈസ തരും. ആ പൈസ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പല ഷോപ്പിൽ നിന്ന് ഒരു ഷോപ്പ് കണ്ടുപിടിച്ച് അതിന് മെയിൻ കോഴ്സ്,
ഒരു ജ്യൂസ്, ഒരു ഡെസേർട്ട്, അങ്ങനെ 3 സാധനങ്ങൾ നമ്മളിന്ന് കഴിക്കാൻ പോവാ കേട്ടോ. ഇരുട്ടായി, ഇനി ഇവിടെ ലൈറ്റൊക്കെ ഇടും. അപ്പോൾ നമ്മുടെ ചടങ്ങിലേക്ക് എടുക്കാം. സിദ്ധ നമുക്ക് പൈസ എടുക്കൂ, 500 റിയാൽ എടുക്കൂ. ഇതെന്താ അത്? 5 രൂപ വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? അവരെനിക്ക് വേറെ വല്ലതും കഴിക്കത്തെ, നിങ്ങൾ തന്നെ വെച്ചോളൂ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. പല ഫുഡും, എല്ലാ ടൈപ്പ് ഫുഡ് വെറൈറ്റീസും ഇവിടെ കിട്ടും. കോഫി, പല ടൈപ്പ് ബർഗർ, ഡെസേർട്ട് കണ്ടോ. അപ്പുറത്തെ കടലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ സൈഡിൽ പോയി നിന്നിട്ട് കഴിക്കാം. ഉണ്ടോ? കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിലും കടകളാണ്, റൈറ്റ് സൈഡിലും കുഞ്ഞു കുഞ്ഞു കടകൾ കണ്ടോ. അപ്പൊ നമ്മുടെ ഫുഡ് അടി പരിപാടിയിലോട്ട് കിടക്കാം. മെയിൻ പരിപാടി എന്താണ് സിദ്ധുവിന് ആദ്യം കഴിക്കാൻ വേണ്ടത്? ഡിസേർട്ട്. തന്നെ പറയാൻ മോനെ, അടിപൊളി കട കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മോനെ. നമുക്ക് നമ്മുടെ ഡെസേർട്ട് കഴിക്കാം. ആ കട നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അങ്ങോട്ട് നോക്കി, കുക്കീസ്. അടിപൊളി കടയാണ്. ഇവിടുത്തെ കുക്കി ഫാനാണ് ഞാൻ. ഇത്ര ടേസ്റ്റിയുള്ള കുക്കി ഞാൻ എൻ്റെ ലൈഫിൽ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. അത്ര ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് അവിടെ പോയി ഓർഡർ ചെയ്യാം. Come on. നമ്മുടെ കുക്കീസ് വിത്ത് ഐസ്ക്രീം എത്തി. ഇത് കിൻഡർ കുക്കിയാണ്. കിൻഡർ കുക്കി വിത്ത് ഐസ്ക്രീം കഴിക്കാൻ നോക്ക്. വ്ളോഗർ മാത്രം കഴിച്ചാൽ മതി അല്ലേ? അത് കാണാൻ അവർക്ക് ഇഷ്ടം. ഞാൻ മാത്രല്ല കേട്ടോ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ദാഹിക്കണം. നമുക്കിനി ഒരു ജ്യൂസ് കുടിച്ചാലോ? ഒരു ജ്യൂസ് കുടിച്ചോണ്ട് നമുക്ക് മെയിൻ കോഴ്സും കൂടി വാങ്ങിച്ചിട്ട് അതും കൂടി കഴിക്കാം. ആ കടയിൽ നിന്നാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ജ്യൂസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് കാണിച്ചു തരാം ജ്യൂസ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കോഴ്സ് പറയാം. മെയിൻ കോഴ്സ് നമുക്ക് അതൊക്കെ കഴിക്കാം. ഇതൊരു മെക്സിക്കൻ സ്ട്രീറ്റ് ഫുഡ് കൈൻഡ് ഓഫ് കടയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ടാക്കോസ്, ബീഫ് ടാക്കോസ് കഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടാക്കോസ് കിട്ടി. അപ്പൊ ഇത് ടാക്കോസും ഇത് നമ്മുടെ സ്ട്രോബെറി മൊയ്റ്റോ ആണ്. സ്ട്രോബെറി മൊയ്റ്റോ അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ കുടിച്ചു കുറച്ച്. ടാക്കോസ് കഴിച്ചില്ല, കഴിക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് എന്താ റെഗുലറായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് എടുക്കാത്തതെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വാക്സിനേറ്റഡ് അല്ല. അപ്പോൾ വാക്സിനേറ്റഡ് അല്ലാത്തവർക്ക് റെസ്റ്റോറൻറ്റ്സിലൊന്നും ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലൊന്നും കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നത്. അതാണ് നമ്പർ 1 റീസൺ. നമ്പർ 2 റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ 5:30 സൂര്യൻ വന്നാൽ തോന്നുന്ന സമയത്തേക്ക് വൈകുന്നേരം പോകുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ചൂടുമാണ്. ഈ ചൂടൊക്കെ ഒരു ദിവസം ഷൂട്ടിങ് തുടങ്ങിയാൽ അന്നൊന്നും തീരൂല. അപ്പം അതൊക്കെ പിറ്റേ ദിവസം പിറ്റേ ദിവസമൊക്കെ ആയിട്ടേ തീരുള്ളൂ. അപ്പം അത് ഒരു റീസണാണ്. മൊയ്റ്റോ സൂപ്പറായിട്ട്. മൊയ്റ്റോ ഭയങ്കര ഇഷ്ടമായി. ടാക്കോ സൂപ്പ് ആവറേജ്. ഇനി ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കുറേ ഉണ്ട്. നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല, സമയമുണ്ടല്ലോ. നമുക്ക് അതൊക്കെ ട്രൈ ചെയ്തിട്ട് അല്ലേതാ ബെസ്റ്റ് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊക്കെ തരാം. ഇനി അപ്പോൾ നമ്മൾ 5 റിയാലിൽ തുടങ്ങിയ നമ്മുടെ ചലഞ്ച് 90 റിയാലിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അല്ല എങ്ങോട്ടാ?
തിരിഞ്ഞൊരു നാട്